ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയിലെ വിശുദ്ധ പത്രോസിൻ്റെ ചതുരത്തിലേക്ക് ലോകം മുഴുവൻ ഒതുങ്ങിയ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ലയോ 14 പാപ്പ ഇന്ന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രതീകമായ പരിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 12 മണിയോടെ റെജീന ചേലി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർലോക രാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെല്ലാം സമാപിച്ചു. ഇന്ന് 10 മണിക്ക് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ നിന്ന് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾ 12 മണിയോടെ അവസാനിക്കുമ്പോൾ ലോക നേതാക്കൾ ഉൾപ്പെടെ ഏതാണ്ട് 180-ലധികം വരുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ കൊണ്ട് ഈ വത്തിക്കാൻ സിറ്റിക്ക് റോമിൻ്റെ പരിസരങ്ങൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ഒരു വലിയ കാഴ്ചയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് മുമ്പ് തന്നെ ആളുകൾ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വലിയ നീണ്ട നിരകൾ നമുക്ക് കാണാൻ സാധിച്ചു. വത്തിക്കാന് ചുറ്റും റോഡുകളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന വലിയ സ്ക്രീനുകളിലൂടെയാണ് പലരും സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അനേക ലക്ഷം ആളുകൾ ചുറ്റും നിന്ന് വലിയ സ്ക്രീനുകളിലൂടെ ഈ തിരുക്രമങ്ങൾ വീക്ഷിക്കുകയുണ്ടായി. ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങിയതോടെ പിന്നീട് നടന്ന കോൺക്ലേവിൻ്റെ സമാപനത്തിൽ കോൺക്ലേവിൽ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു കർദിനാൾ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം ലഭിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹത്തോട് തൻ്റെ സന്നദ്ധത ആരായും. കർദിനാൾ തിരുസംഘത്തിന് വേണ്ടി തൻ്റെ സന്നദ്ധത ആരായും. അദ്ദേഹം അതിന് തയ്യാറാണ് എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു യെസ് എന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് ലഭിച്ചാൽ അപ്പോൾ മുതൽ അദ്ദേഹം ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനടുത്ത എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് എല്ലാ സ്ഥാനങ്ങളും എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് ഒരു മാർപ്പാപ്പയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ആ സമയം അദ്ദേഹത്തെ കർദിനാളന്മാർ അദ്ദേഹത്തെ കണ്ണുനീരിൻ്റെ മുറി അല്ലെങ്കിൽ വിലാപത്തിൻ്റെ മുറിയിലേക്ക് ആനയിക്കും. അദ്ദേഹം തൻ്റെ കർദിനാളിനടുത്ത വേഷവിധാനങ്ങൾ എല്ലാം അവിടെ ഊരി വെക്കുകയും മാർപ്പാപ്പയ്ക്കടുത്ത പുതിയ വസ്ത്രം വെളുത്ത കാസക്ക് അദ്ദേഹം ധരിക്കും. അതോടൊപ്പം ആദ്യമായിട്ട് അബേമൂസ് പാപ്പാം എന്ന് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടാൽ അധികം വൈകാതെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി മാർപ്പാപ്പയ്ക്കടുത്ത സ്ഥാനീയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് തൻ്റെ ആദ്യത്തെ ഉർബി അത്തോർബി ആശീർവാദം നൽകാനായി സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലേക്ക് വരികയാണ്. അദ്ദേഹം അവിടെ ആ സമയം തൻ്റെ ആദ്യ ആശീർവാദം റോമ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള തൻ്റെ ആദ്യ ആശീർവാദം നൽകുന്നത് മാർപ്പാപ്പയ്ക്കടുത്ത എല്ലാ അധികാര അവകാശങ്ങളോടും കൂടിയാണ്. അദ്ദേഹം മാർപ്പാപ്പയാണ്. ഇനി അദ്ദേഹം ഒരു കർദിനാളല്ല, മാർപ്പാപ്പയാണ്. പിന്നെ എന്താണ് ഈ ഇനാഗുറൽ മാസ്? ഇനാഗുറൽ മാസ് എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു അടയാളമായി നടത്തുന്ന ഒരു പൊതുവായ ഒരു ചടങ്ങാണ്. ആ കുർബാനയിൽ വെച്ച് അദ്ദേഹം പാലിയം ധരിക്കുകയും വലിയ മുക്കുവൻ്റെ മോതിരം അണിയുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം മാർപ്പാപ്പയുടെ അടുത്ത എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഒരു അഭിഷേക കർമ്മമോ സ്ഥാനാരോഹണ ചടങ്ങോ ഇതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും ഒരു ലോക നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു ഔദ്യോഗികമായ ഇനാഗുറൽ മാസ്, ഒരു ഉദ്ഘാടന കുർബാന എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇനാഗുറൽ മാസ് നടക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ് അതിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹം ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിൽ ആദ്യം 10 മണിക്ക് നടക്കുന്ന ആദ്യ കർമ്മം എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം പത്രോസിൻ്റെ പിൻഗാമിയാണ്. വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ പാത്രിയാർക്കീസുമാരാണ് അദ്ദേഹത്തെ വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിലേക്ക് ആനയിക്കുന്നത്. സഭയിലെ 5 പാത്രിയാർക്കീസുമാർ അദ്ദേഹത്തെ വിശുദ്ധ പത്രോസിൻ്റെ കബറിടത്തിലേക്ക് നയിച്ചു. കബറിടത്തിൽ പ്രാർത്ഥിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്ത മാർപ്പാപ്പ അവിടെ നിന്ന് 2
ഡീക്കന്മാർ തനിക്ക് ധരിക്കാനുള്ള, മാർപ്പാപ്പയ്ക്ക് ധരിക്കാനുള്ള പാലിയവും വലിയ മുക്കുവിൻ്റെ മോതിരവും ഈ പത്രോസിൻ്റെ കബറിടത്തിലാണ് വെച്ചിരുന്നത്. അവിടെ നിന്ന് എടുക്കും. പ്രദക്ഷിണമായി മറ്റെല്ലാ കർദിനാളന്മാരുടെയും അകമ്പടിയോടെ വത്തിക്കാൻ സ്ക്വയറിൽ സജ്ജമാക്കിയ പ്രത്യേക അൾത്താരയിലേക്ക് വരും. അദ്ദേഹം അവിടെ വെച്ച് തൻ്റെ കുർബാന ആരംഭിക്കുകയാണ്. ഈ കുർബാനയ്ക്കിടയിൽ വെച്ചിട്ടാണ് കർദിനാൾ കർദിനാൾമാരിൽ 3 വിഭാഗമുണ്ട്. കർദിനാൾ ഡീക്കന്മാർ, കാർഡിനൽ പ്രീസ്റ്റ്, കാർഡിനൽ ബിഷപ്സ്. കർദിനാൾ ഡീക്കന്മാരുടെ പ്രതിനിധിയായി ഒരു കർദിനാൾ വന്ന് അദ്ദേഹത്തെ പാലിയും ധരിപ്പിക്കുകയും കർദിനാൾ പ്രീസ്റ്റുമാരുടെ പ്രതിനിധിയായി ഒരു കർദിനാൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മൂന്നാമത് കർദിനാൾ ബിഷപ്സിൻ്റെ പ്രതിനിധിയായ ഒരു കർദിനാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ മുക്കുവിൻ്റെ മോതിരം ധരിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം സഭയുടെ വിവിധ അജപാലകരെയും പ്രതിനിധികളെല്ലാം പ്രതിനിധീകരിച്ച് 12 പേര് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് തൻ്റെ വിധേയത്വം പ്രഖ്യാപിക്കും. അതോടെ അദ്ദേഹം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. അദ്ദേഹം പിന്നീട് പരിശുദ്ധ കുർബാന പൂർത്തീകരിക്കുകയും 12 മണിയോടെ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന ചൊല്ലി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയോടൊപ്പം ലോകം മുഴുവൻ സന്തോഷത്തിൽ ആറാടുന്ന ഒരു നിമിഷമാണ്. ലോക നേതാക്കൾ തന്നെ 180-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇന്ന് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈ ഒരു ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ വലിയ സന്തോഷത്തിലാണ്. നമുക്കും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ദീർഘായുസ്സും നന്നായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ട അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാനിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.